പക്ഷേ ഇന്ന് ഈ ആധുനിക മനുഷ്യൻ, പുതിയ ജനറേഷൻ ഒരു ഉറുമ്പ് കടിച്ചാൽ ഉടനടി ചെന്ന് ഡോക്ടറെ പോയി കാണും, മെഡിസിൻ കഴിക്കും. അപ്പം എന്താ സംഭവിക്കുന്നത്? നാച്ചുറലായിട്ട് ഈ നമ്മുടെ ഈ നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ സെൽ സിസ്റ്റം വർക്ക് ചെയ്ത് ഒരു 2-3 ദിവസത്തിനുള്ളിൽ മാറാവുന്ന ഒരു അസുഖത്തിനെ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ മരുന്നുകൾ ചെന്ന് ഒറ്റ ദിവസം കൊണ്ട് മാറ്റും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ബ്രെയിൻ സിസ്റ്റം, നമ്മുടെ സെല്ലുകൾക്ക്, നമ്മുടെ ടിഷ്യൂസിന്, നമ്മുടെ സ്പൈനൽ കോഡിന്, നെർവ് സിസ്റ്റത്തിന്, നമ്മുടെ ന്യൂറോൺസിന്, തലാമസിന്, ഹൈപ്പത്തലാമസിന്, പിറ്റ്യൂട്ടറിക്ക് ഒരു ഫ്രീസി കണ്ടീഷൻ വരും. അവർക്ക് വേറെ വർക്കില്ല. ആർട്ടിഫിഷ്യലി നമ്മൾ മെഡിസിൻ ഇൻജക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മുടെ ബ്രെയിൻ സിസ്റ്റം കൊളാപ്സ് ആവുന്നത്. ലൈക്ക് നമ്മൾ മൊബൈലിൽ പോയി ഒരു ദിവസം, ഇപ്പോഴത്തെ ജനറേഷൻ കണ്ടിട്ടില്ലേ, ഒരു 1000, 5000, 10,000 റീൽസ് ആണ് കാണുന്നത്. അതും 10 സെക്കൻഡോ 15 സെക്കൻഡ്സോ ഉള്ള ഒരു റീൽസ് അവരൊരിക്കലും മുഴുവനായിട്ട് കാണത്തില്ല. 1 സെക്കൻഡ് 2 സെക്കൻഡ്സ് അവർ മാറിക്കൊണ്ടിരിക്കുക. അങ്ങനെ ടോട്ടലി നമ്മുടെ ബ്രെയിൻ സിസ്റ്റം കൺഫ്യൂസ് ആയ ഒരു സിറ്റുവേഷൻ ആണ്. അതുകൊണ്ടാണ് ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഡിപ്രഷനുമുള്ളത്. അപ്പം ഇതാണ് ഈ ന്യൂറോൺസിന്റെ പ്രവർത്തനം നമ്മുടെ ശരീരത്തിൽ. അപ്പോൾ അടുത്ത ഒരു വീഡിയോയോടുകൂടി വൈ ട്രാവലിംഗ് അല്ലെങ്കിൽ യാത്രകൾ എന്തിനു വേണ്ടി, യാത്രകൾ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കിട്ടുന്ന ഉപകാരങ്ങൾ എന്ന സബ്ജക്റ്റ് ഞാൻ സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫോളോ ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. കമൻറ്റ് ബോക്സിൽ 2 ലിങ്കും ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും കാണുക. നിങ്ങൾ ഈ കേരളത്തിന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ സ്വന്തം സന്തോഷ് ആലപ്പാട്ട്.